ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരു വീടിന്റെ പ്ലാൻ വരച്ച് അതിന്റെ പെർമിറ്റ് എടുക്കുന്നത് വരെയുള്ള കാര്യങ്ങളാണ് സംസാരിച്ചത്. ഇന്നത്തെ ഈ വീഡിയോയിൽ പെർമിറ്റ് എടുത്തതിന് ശേഷം നമ്മൾ അടുത്ത് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അതായത് ഫൗണ്ടേഷനെ കുറിച്ച്. നമ്മൾ പെർമിറ്റ് എടുത്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഓൾറെഡി നമ്മുടെ സൈറ്റെല്ലാം ക്ലീൻ ചെയ്ത് ഇട്ടിട്ടുണ്ടാവും. അതിനുശേഷം പെർമിറ്റ് എടുത്ത പ്ലാനിനനുസരിച്ച് ഫൗണ്ടേഷൻ നമ്മുടെ സൈറ്റിൽ സെറ്റ് ഔട്ട് ചെയ്യുക എന്നതാണ്. പ്ലാനിന്റെ അളവുകളെല്ലാം സൈറ്റിൽ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഫൗണ്ടേഷന് വേണ്ടിയുള്ള കുഴിയെടുക്കുന്നു. ഏകദേശം 80 സെന്റിമീറ്റർ വീതിയിലാണ്. അതിനു മുമ്പ് ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മുടെ വീട് നിർമ്മിക്കുമ്പോഴത്തേക്കും പലതരത്തിലുള്ള ഫൗണ്ടേഷനുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 2 ഫൗണ്ടേഷനുകളാണ് സാധാരണയായിട്ട് നമ്മൾ വീടുകൾക്ക് കൊടുത്തു വരുന്നത്. ഒന്ന് കരിങ്കല്ലിലുള്ള ഫൗണ്ടേഷനും മറ്റൊന്ന് കോളം ഫൂട്ടിങ്ങും. അതിൽ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ കരിങ്കല്ല് കൊണ്ടുള്ള ഫൗണ്ടേഷനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അതിന്റെ ചെലവുകളും ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ കുഴിയെടുക്കുന്നത് ഏകദേശം 80 സെന്റിമീറ്റർ വീതിയിലായിരിക്കും ഫൗണ്ടേഷന് വേണ്ടിയുള്ള കുഴിയെടുക്കുന്നത്. മണ്ണിന്റെ ഉറപ്പനുസരിച്ചായിരിക്കും ഡെപ്ത് തീരുമാനിക്കുന്നത്. എന്നാലും നോർമലായിട്ട് ഒരു 3 അടി വരെയൊക്കെ ഡെപ്ത് എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു 1000 സ്ക്വയർ ഫീറ്റ് ഏരിയ ഉള്ള ഒരു വീടിന്റെ ഫൗണ്ടേഷന് എത്ര രൂപ ചെലവാകും എന്ന് നോക്കാം. ഇവിടെ നമ്മൾ നോക്കുന്നത് കരിങ്കല്ല് ഉപയോഗിച്ച് ചെയ്യുന്ന ഫൗണ്ടേഷന്റെ റേറ്റ് ആണ്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നേരത്തെ പറഞ്ഞതുപോലെ പ്ലാനിലുള്ള അളവുകളെല്ലാം സൈറ്റിൽ മാർക്ക് ചെയ്യുന്നു. അതിനുശേഷം ഫൗണ്ടേഷന് വേണ്ടിയുള്ള കുഴി 80 സെന്റിമീറ്റർ വീതിയിൽ എടുക്കുന്നു. സാധാരണ നോർമലായിട്ട് ഒരു 3 അടി ഡെപ്ത് എങ്കിലും ഈ കുഴിക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഓരോ സ്ഥലത്തെയും മണ്ണിന്റെ ഘടന അനുസരിച്ച് ഈ ഡെപ്തില് വ്യത്യാസം ഉണ്ടാവാം. എന്നാൽ നമ്മൾ ഇവിടെ നോക്കുന്നത് ഒരു 3 അടി ഡെപ്ത് ആണ്. ഗ്രൗണ്ട് ലെവലിൽ നിന്ന് 3 അടി ഡെപ്ത്. അപ്പോൾ ആ ഒരു അളവില് കുഴിയെടുത്തതിന് ശേഷം കുഴിയെടുക്കാൻ ഏകദേശം JCB ഉപയോഗിച്ച് കുഴിയെടുക്കുകയാണെങ്കിൽ നമുക്കൊരു 10,000 രൂപയുടെ അകത്ത് കുഴിയെടുക്കാനായിട്ട് മാത്രം ചിലവ് വരും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ PCC ചെയ്യുന്നത്. ഈ കുഴിയുടെ അടിഭാഗത്തായിട്ട് കുഴിയെല്ലാം ഒന്ന് ലെവൽ ചെയ്തതിന് ശേഷം ഒരു 20 സെന്റിമീറ്റർ കനത്തിലെ ഒരു PCC ചെയ്യേണ്ടതായിട്ടുണ്ട്. പ്ലെയിൻ സിമെന്റ് കോൺക്രീറ്റ് ചെയ്യേണ്ടതായിട്ട് ആവശ്യമുണ്ട്. അപ്പോൾ അത് ചെയ്യാനായിട്ട് ഏകദേശം ഒരു 75,000 രൂപ വരെ ചിലവ് വരാം. അതിനുശേഷമാണ് ഇതിന് പുറത്ത് കരിങ്കല്ല് അടുക്കുന്നത്. കരിങ്കല്ല് ഒരു 1000 സ്ക്വയർ ഫീറ്റ് വീട് നിർമ്മിക്കാനായിട്ട് ഏകദേശം നമുക്ക് 12 മുതൽ 15 ലോഡിനകത്ത് കരിങ്കല്ല് ആവശ്യമായിട്ട് വരും. അതായത് ഒരു 1,20,000 രൂപയുടെ ഒരു ആവറേജ് കണക്കാണ് ഞാൻ പറയുന്നത്. 1,20,000 രൂപയുടെ കരിങ്കല്ല് നമുക്ക് ഫൗണ്ടേഷന് വേണ്ടി മാത്രമായിട്ട് വരും. അതുപോലെ കരിങ്കല്ല് അടുക്കുന്നതിനുള്ള ലേബർ റേറ്റ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 60,000-നും 75,000-നും ഇടയിലായിട്ട് വരും. അപ്പോൾ നമ്മൾ അടിയിൽ PCC ചെയ്തു. അതിനുശേഷം അതിന്റെ മുകളിൽ ഗ്രൗണ്ട് ലെവൽ വരെ 60 സെന്റിമീറ്റർ വീതിയിൽ കരിങ്കല്ല് അടുക്കി. അതിനുശേഷം ഗ്രൗണ്ട് ലെവലിൽ നിന്ന് മുകളിലോട്ട് 45 സെന്റിമീറ്റർ വീതിയിൽ വീണ്ടും കരിങ്കല്ല് അടുക്കും. അതിനുശേഷമാണ് ഇതിന് മുകളിൽ ഒരു കോൺക്രീറ്റ് ബെൽറ്റ് നമ്മൾ കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, ഇതിനകത്ത് ഫൗണ്ടേഷനകത്ത് മണ്ണ് ഫില്ല് ചെയ്യും. ഈ ബെൽറ്റ് നിർമ്മിക്കുന്നതിനായിട്ട് ഏകദേശം 50,000 മുതൽ 60,000 രൂപ വരെ ചിലവ് വരും. അതുപോലെ ഈ കരിങ്കല്ല് അടുക്കുന്നതിന് വേണ്ടി നമുക്ക് ലേബർ ഇനത്തിൽ ചിലവാകുന്നത് ഏകദേശം 60,000 മുതൽ 70,000 രൂപ വരെ ചിലവാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ടോട്ടലായിട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്കും PCC മുതൽ മുകളിൽ ബെൽറ്റ് കോൺക്രീറ്റ് ചെയ്ത് അതിനകത്ത് ഫൗണ്ടേഷനകത്ത് മണ്ണ് ഫില്ല് ചെയ്യുന്നത് വരെയുള്ള കാര്യങ്ങൾ നോക്കുമ്പോഴത്തേക്കും ഏകദേശം നമുക്ക് മൊത്തത്തിലുള്ള ചെലവ് 1000 സ്ക്വയർ ഫീറ്റിന് 3,20,000 രൂപ വരും. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത ഘട്ടങ്ങളെ കുറിച്ച് പരിചയപ്പെടാം. അതിന്റെ ചെലവുകളെ കുറിച്ച് നോക്കാം. ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക. ഇതുപോലുള്ള വീഡിയോകൾ ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.